ദിവസങ്ങളോളം പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി ഒടുവിൽ വലയിലായത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്നിറങ്ങി പയ്യന്നൂരിലേക്ക് ഓട്ടോ പിടിച്ചതും ഓട്ടോക്കാരന്റെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ചതുമാണ് ആയങ്കിയുടെ ഒളിവു ജീവിതത്തിന്റെ കഥ മാറ്റിയെഴുതിയത്. ഉച്ചയ്ക്ക് 3:30 ലഭിച്ച ഒറ്റ സൂചനയിൽ നിന്ന് രാത്രി 2 മണിക്ക് നടത്തിയ കൃത്യതയാർന്ന സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ക്രമസമാധാന പാലകർ ആയങ്കിയെ പൊക്കിയെടുത്തത്. കണ്ണൂർ തളിപ്പറമ്പിലെ രഹസ്യ ലോഡ്ജിലായിരുന്നു ആയങ്കി കുറച്ചു ദിവസങ്ങളായി തങ്ങിയിരുന്നത്. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തളിപ്പറമ്പിലെ ഒളിത്താവളം മനസ്സിലാക്കിയെന്ന് സൂചന കിട്ടിയതോടെ പ്രതി അവിടെ നിന്നും അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടു. ഈ യാത്രാവേളയിലാണ് ആയങ്കിക്ക് വൻ പിഴവ് സംഭവിച്ചത്. സ്വന്തം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ഇയാൾ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തായ ജിതിനെ വിളിച്ചു. ആയങ്കിയുടെ പെരുമാറ്റത്തിലും വിളിയിലും സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഇയാൾ ഇറങ്ങിപ്പോയതിനു തൊട്ടു പിന്നാലെ വിവേകപൂർവ്വം വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചു. ഈ ഫോൺ കോളാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ഓട്ടോക്കാരൻ നൽകിയ ജിതിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അതിവേഗം അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ജിതിനെ പോലീസ് പൊക്കിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും സത്യം മറച്ചുവെക്കാനും ശ്രമിച്ചു. തുടർന്ന് റോഡുകളിലെയും പ്രധാന കവലകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ജിതിന് മുന്നിൽ നിരത്തിയതോടെ ഇയാൾക്ക് നിവർത്തിയില്ലാതെയായി. ജിതിന്റെ കാറിലാണ് ആയങ്കി യാത്ര ചെയ്തതെന്നും കണ്ണൂർ നഗരത്തിലെ ഒരു ലേഡി അഡ്വക്കേറ്റിന്റെ ഫ്ളാറ്റിലേക്കാണ് ഇയാൾ പോയതെന്നും ജിതിൻ തുറന്നു പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ആയങ്കി ഈ ഫ്ളാറ്റിൽ എത്തിച്ചേർന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചതോടെ അന്വേഷണ സംഘം ആസൂത്രിത നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ലഭിച്ച കൃത്യമായ തുമ്പ് അടിസ്ഥാനമാക്കി ഉത്തരമേഖല DIG കെ കാർത്തിക്കിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പഴുതടച്ച പ്ലാൻ തയ്യാറാക്കി. അപ്പാർട്ട്മെന്റ് വളഞ്ഞ് പുലർച്ചെ 2 മണിയോടെ പോലീസ് മിന്നലാക്രമണം നടത്തുകയായിരുന്നു. ഫ്ളാറ്റിൽ പോലീസ് എത്തിയെന്ന് മനസ്സിലായതോടെ ആയങ്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കെട്ടിടത്തിന് ചുറ്റും മുൻകൂട്ടി നിലയുറപ്പിച്ചിരുന്ന പോലീസ് സംഘം ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പരാതിയിലാണ് നിലവിലെ അറസ്റ്റ്. കോതമംഗലത്ത് ക്രിമിനൽ പ്രവർത്തനത്തിന് കസ്റ്റഡിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയ ഇൻസ്പെക്ടർമാർക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഭീഷണി മുഴക്കിയതിനാണ് കേസെടുത്തത്. കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഒളിവിലിരുന്ന പോലീസിനെയും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വീണ്ടും വെല്ലുവിളിച്ചതാണ് തെരച്ചിൽ ഊർജിതമാക്കാൻ കാരണം. വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് ആയങ്കി പെരുമാറിയത്. ഞാൻ കീഴടങ്ങാൻ വന്നതല്ല, പോലീസിനെ വെല്ലുവിളിച്ചിട്ടില്ല, ന്യായമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് അവകാശപ്പെട്ട ഇയാൾ കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസിനെ പരിഹസിക്കുകയും ചെയ്തു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, വനിതാ TTയോട് മോശമായി പെരുമാറിയ സംഭവം തുടങ്ങി നിരവധി ഗുരുതര കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്.